നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഠിനംകുളത്തെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിന്റെ കുത്തേറ്റ് മരിച്ച ആതിരയുടെ കൊലപാതകത്തിൽ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൊലപാതകയെന്ന് സംശയിക്കുന്ന ജോൺസൺ ഔസേപ്പ് ആതിരയുടെ കുടുംബ വീടിന്റെ പരിസരത്ത് എത്തിയതായി നാട്ടുകാർ വെളിപ്പെടുത്തി കഴിഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പ് കഠിനംകുളത്തെ വീട്ടിൽ നിന്ന് മാറി കുടുംബ വീടായ വെഞ്ഞാറവട് ആലിയാട് മൂളയം പഴവിള പ്ലാവല വീട്ടിൽ ആതിര ദിവസങ്ങളോളം താമസിച്ചിരുന്നു. ഇതേസമയം തന്നെ ചലാന സ്വദേശിയായ ഇയാൾ സമീപത്തെ കടയിലെത്തി ആതിരയുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നാണ് വിവരം. പ്രതിയുടെ ഫോട്ടോ നാട്ടുകാരിൽ ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാചകത്തൊഴിലാളിയായ കുട്ടപ്പന്റെയും അമ്പിളിയുടെയും ഇളയ മകളാണ് ആതിര. കൊല്ലപ്പെടുന്നതിന്റെ തലേദിവസവും ആതിര കുടുംബത്തോടൊപ്പം മാതാപിതാക്കളെ കാണാൻ മൂളയത്തെ വീട്ടിൽ എത്തിയിരുന്നു. തിരികെ പോയെങ്കിലും ചൊവ്വാഴ്ച ആതിരയെ കുടുംബ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി ഇരുന്നപ്പോഴായിരുന്നു കൊലപാതകം ഉണ്ടായത്. സമൂഹമാധ്യമത്തിലൂടെ ജോൺസണുമായി 6-7 മാസങ്ങൾക്ക് മുമ്പാണ് ആതിര പരിചയത്തിലാവുന്നത്. ജോൺസണും വിവാഹബന്ധം വേർപെടുത്തി താമസിക്കുകയായിരുന്നു. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പിന്നീടായിരുന്നു ആതിര തിരിച്ചറിഞ്ഞത്. ഇയാളുമായുള്ള ബന്ധത്തെ ചൊല്ലി രാജീവും ആതിരയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ഈ യുവാവിൽ നിന്ന് ആതിരയ്ക്ക് ഭീഷണി നേരിട്ടതിനാൽ പൂജയ്ക്ക് പോകുമ്പോഴൊക്കെ തന്നോടൊപ്പം ക്ഷേത്രത്തിൽ വന്നിരിക്കാൻ രാജീവ് ആവശ്യപ്പെട്ടിരുന്നു. കഠിനംകുളം പരിസരത്ത് 1 മാസത്തിലേറെ പ്രതി വന്നുപോയി. പെരുമാതുറ ഭാഗത്തെ ഒരു കെട്ടിടത്തിലാണ് ഇയാൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പലതവണ വന്ന് താമസിച്ചത്. പെരുമാതുറ ഹാർബറിൽ ജോലിക്ക് വന്നുവെന്നാണ് വീട്ടുടമസ്ഥനോട് ഇയാൾ പറഞ്ഞത്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിക്ക് അന്വേഷണം പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഡാൻസ് ആപ്പ് സംഘം, കഠിനംകുളം ചിറയൻകീഴ് പോലീസ് എന്നിങ്ങനെ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ ദീർഘനാളെ ആതിരയുമായി അടുപ്പമുണ്ടായിരുന്ന ഇയാൾ ആതിരയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വാടകയ്ക്ക് താമസം ആരംഭിച്ചത്. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആതിരയോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ആതിര ഇത് നിരസിച്ചതിന്റെ പകയാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. തനിക്ക് നേരെ ഉണ്ടായ വധഭീഷണി പുറത്തു പറഞ്ഞാൽ ജീവനൊടുക്കുമെന്ന് ആതിര പറഞ്ഞതിനാലാണ് നേരത്തെ ആരെയും അറിയിക്കാത്തതെന്ന് രാജീവ് വ്യക്തമാക്കി. ആതിര കൂടുതൽ സമയം സമൂഹമാധ്യമത്തിൽ ചെലവഴിക്കുന്നത് പലതവണ വിലക്കിയിട്ടുണ്ടെന്ന് രാജീവ് പോലീസിന് മൊഴി നൽകി. എന്നാൽ വിലക്ക് അവഗണിച്ച് ആതിര സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരുന്നെന്നാണ് സൂചനകൾ. ആലിയാട് സ്വദേശികളായ കുട്ടപ്പന്റെയും അമ്പിളിയുടെയും മകൾ ആതിരയെ 8 വർഷം മുമ്പാണ് വിവാഹം കഴിച്ചത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. 6 വയസ്സുകാരനായ മകനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ രാവിലെ 8:30 ആതിര എത്തിയത് അയൽക്കാർ കണ്ടിരുന്നു. ഇതിനുശേഷം വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കിയാണ് പ്രതി വീട്ടിലേക്ക് കടന്നത്. രാവിലെ ക്ഷേത്രത്തിൽ പോയി മടങ്ങിയെത്തിയ ഭർത്താവ് രാജീവാണ് ആതിരയെ മരിച്ച നിലയിൽ ആദ്യം കണ്ടത്. തുടർന്ന് ഉടൻ തന്നെ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. കഴുത്തിൽ ആഴത്തിലാണ് മുറിവേറ്റത്. ഗോവിന്ദനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് പോലീസിന്റെ അനുമാനം. 8:45-നും 9 മണിക്കും ഇടയിലാണ് കുട്ടിയുടെ സ്കൂൾ ബസ് വരുന്നത്. ചിരിച്ചുകൊണ്ട് മകനെ സ്കൂൾ ബസ് കയറ്റിവിടാൻ പോയ ആതിരയെ അയൽവാസികൾ ഇന്നും ഓർക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.